ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC. KSEBയിലെ ധൂർത്തും അഴിമതിയും നഷ്ടങ്ങളും സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തിരുന്നു. ഇതിപ്പോൾ 4ാം ഭാഗം ആണെന്ന് തോന്നുന്നു. അതിലേക്ക് വരികയാണ്. KSEBയുടെ ചാർജിങ് സ്റ്റേഷനുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി KSEB ഏതാണ്ട് 63ഓളം പൊതു ചാർജിങ് സ്റ്റേഷനുകൾ വെച്ചിരുന്നു. ഇത് ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഒരു വൻ അഴിമതിയാണ്. ഇത് വച്ചപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാണ്, ഇത് KSEBയുടെ പണിയല്ല. ഇതുപോലെ തന്നെ പ്രൈവറ്റ് വ്യക്തികളും വെച്ചിട്ടുണ്ട്. നമ്മൾ സപ്ലൈ കൊടുക്കുക, നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് കച്ചവടം നടത്തുന്നതിന് വേണ്ടി, സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി, കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടി 63 സ്ഥലങ്ങളിൽ ചാർജിങ് സ്റ്റേഷനുകൾ KSEB സ്ഥാപിച്ചത് വളരെ രസകരമാണ്. അവിടെയുള്ള പോർട്ടുകളൊക്കെ തന്നെ കാലഹരണപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ആ പോർട്ടിൽ കുത്താൻ പറ്റിയ ഒരു വണ്ടികളും ഇനി ലോകത്ത് വരത്തില്ല. വരാൻ പോകുന്ന വണ്ടിയുടെ ആയിരുന്നെങ്കിൽ നമുക്ക് പ്രയോജനം ഉണ്ടായിരുന്നു, അതെന്തെങ്കിലും ഉപയോഗിക്കാവുന്നു. ഇവർ വെച്ചിരിക്കുന്ന 4 പോർട്ടിൽ 2 ഉപയോഗശൂന്യമാണ്. ഒരിക്കൽ തൃശ്ശൂർ വൈദ്യുതിന് പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടു. അവിടെ കണ്ട ആ പോർട്ടിൽ ആരും വരുന്നില്ല, 2 പോർട്ട് ഉപയോഗശൂന്യം. ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC. അപ്പോൾ രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. 6 മണിക്ക് എഴുന്നേറ്റു. ഇപ്പോൾ 7:15 ഈ 7:15 വരെ നടന്നതിന് ശേഷം തിരിച്ച് ഞാൻ വൈദ്യുതി ഭവൻ കാമ്പൗണ്ടിൽ വന്നപ്പോൾ നമ്മുടെ ചാർജിങ് സ്റ്റേഷനുകൾ ഒന്ന് കാണുകയായിരുന്നു. നല്ല മനോഹരമായ ചാർജിങ് സ്റ്റേഷൻ, 4ഓളം പോർട്ടുകൾ, വിശാലമായ സ്ഥലം, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഏതായാലും ദൈവം അനുഗ്രഹിച്ച് ഈ 6 മണി തൊട്ട് 7:15 വരെ ഒരു വ്യക്തി ഇവിടെ ചാർജ് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ തൊട്ടടുത്തുന്ന വ്യക്തിയായിട്ടൊന്ന് സംസാരിച്ച് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് കേടായി കിടക്കാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പൊതുമേഖലയുടെ സ്വത്ത്, ജനങ്ങളുടെ സ്വത്ത് കേടായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. മാത്രമല്ല ഇവിടെ 1.25 മണിക്കൂറായിട്ട് ഒരു മനുഷ്യൻ പോലും ചാർജ് ചെയ്യാൻ വന്നിട്ടില്ല. അപ്പോൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക, ഇത് ജനത്തിൻ്റെ പണമല്ലേ? ഇത് നന്നാക്കാത്തവർ, അല്ലെ ഇത് നഷ്ടപ്പെടുത്തിയവർ, ഇത് പ്രവർത്തനമില്ലാത്തതിൻ്റെ ഉത്തരവാദികൾ ആര്? അതൊരു ചോദ്യചിഹ്നമാണ്. ഈ ബാധ്യത മുഴുവൻ ജനത്തിൻ്റെ മുകളിലല്ലേ വരുന്നത്? അതുപോലെ തന്നെ ഈ ചാർജിങ് സ്റ്റേഷൻ ഈ KSEBയുടെ വൈദ്യുതി ഭവൻ കോമ്പൗണ്ടിനകത്താണ്. ഈ അകത്തുള്ള ചാർജിങ് സ്റ്റേഷൻ എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും? പുറത്തൊരു സെക്യൂരിറ്റി സംവിധാനമുണ്ട്. ആ സെക്യൂരിറ്റി അനുവദിച്ചാലേ കയറി വരാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇതാണ് റോഡ് പോകുന്നത്. വഴിയിൽ കൂടെ പോകുന്ന വണ്ടിക്കാർ ഇവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന് എങ്ങനെ അറിയും? മറിച്ച് ഇത് പ്രയോജനപ്പെടണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇത് നേരെ റോഡിലേക്ക് തിരിച്ചു വെക്കേണ്ടിയിരുന്നു. അപ്പോൾ ഒരു പെട്രോൾ പമ്പ് ഇരിക്കുന്നത് പോലെ റോഡിലേക്ക് തിരിച്ചു വെച്ചിട്ട് ആൾക്കാർ വന്ന് കയറി ചാർജ് ചെയ്യുന്ന പോകുന്ന സംവിധാനം ചെയ്യണം. ഇവിടെ KSEB നടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ചാടിക്കറി ചെയ്യും. കാരണം അതിൻ്റെ കച്ചവടം നടക്കണം, ബിസിനസ് നടക്കണം, കമ്മീഷൻ കിട്ടണം. ഇതുവരെയും 1.5 മണിക്കൂറായിട്ടും ഇവിടെ ഇതുവരെ ആരും വന്നിട്ടില്ല. മാത്രവുമല്ല, അത് വർക്കും ചെയ്യുന്നില്ല. വളരെ കഷ്ടം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. ഒരിക്കൽ എറണാകുളത്ത് പോയപ്പോൾ അവിടെ കണ്ട ഫോട്ടോ ഞാൻ എടുത്തിട്ടിരുന്നു. ഞാൻ ഇവിടെയൊക്കെ പോകുന്നു, അവിടെയൊക്കെ പോകുമ്പോൾ കാണുന്ന ഫോട്ടോകൾ, വർക്ക് ചെയ്യാതിരിക്കുന്ന ഈ പോർട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബോർഡിൻ്റെ ഒരു പത്രക്കുറിപ്പിൽ നിന്നാണ് മനസ്സിലായ 63ഓളം പൊതു സ്റ്റേഷനുകൾ, ചാർജിങ് സ്റ്റേഷനുകളിലെ ഇപ്പോൾ അത് പലതും വർക്ക് ചെയ്യുന്നില്ല. അവിടെ ആൾക്കാർ കയറാതായി അടഞ്ഞു കിടക്കുന്നു. KSEBയുടെ കാതലായ സ്ഥലമാണ്. അപ്പോൾ ചാർജിങ് സ്റ്റേഷനുകളെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ KSEB സ്വകാര്യ നിക്ഷേപം നടത്തുന്നു. ഇങ്ങനെയുണ്ട്. മണിയാറിൽ ഒരു സ്വകാര്യ നിക്ഷേപം നടത്തി 30 വർഷം കഴിഞ്ഞിട്ട് KSEBക്ക് തിരികെ കിട്ടേണ്ടതാണ് 50 പൈസ യൂണിറ്റിന്റെ ജലവൈദ്യുത പദ്ധതി കിട്ടേണ്ടത് വാങ്ങാതെ ഇപ്പോഴും ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പ്രതിഷേധം ഉയർത്തിയതുകൊണ്ട് മാത്രമാണ് അത് പൊതുജനം അറിഞ്ഞത്. പക്ഷേ അത് ആ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിയമം തന്നെ തിരുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജിങ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യം സ്വകാര്യ നിക്ഷേപം തേടുന്നു. KSEBയുടെ ഉടമസ്ഥതയിലുള്ള 63 പൊതു ചാർജിങ് സ്റ്റേഷനുകളിൽ കഫറ്റേരിയ, ടോയ്ലറ്റ്, വിശ്രമിക്കാനുള്ള ഇടം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ KSEB സ്വകാര്യ നിക്ഷേപം തേടുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതായത് അപ്പോൾ ആ പോർട്ടുകൾ ഉൾപ്പെടെയാണോ കൊടുക്കുന്നത്?
റിഫ്രഷ്മെന്റ് ആൻഡ് റീചാർജ് എന്ന പേരുള്ള ഈ പദ്ധതി DBFOT, ഡിസൈൻ ബിൽഡ് ഫിനാൻസ് ഓൺ ഓപ്പറേറ്റർ ട്രാൻസ്ഫർ, ആ മെത്തേഡിലാണ് കൊടുക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. അവരതെല്ലാം ഡിസൈൻ ചെയ്ത് അവർ പിന്നെ അവസാനം ഉപയോഗം കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ്. 10 വർഷത്തേക്ക് KSEBയുടെ ചാർജിങ് സ്റ്റേഷനുകൾ 10 വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള അവകാശം നൽകും. നിക്ഷേപകർ കുറഞ്ഞത് 4 CCS2 ചാർജിങ് ഉപകരണങ്ങളും കഫറ്റേരിയ, ടോയ്ലറ്റ് എന്നിവയും വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കേണ്ടതാണ്. അവർ കൂടുതൽ പോർട്ടൊക്കെ വെക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സ്ഥലം മുഴുവൻ അവരെ അങ്ങ് ഏൽപ്പിക്കാൻ പോവാം. ഞാൻ ടെൻഡറൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, KSEB ഈ 63 സ്റ്റേഷന് വേണ്ടി ഒരു സ്റ്റേഷനിൽ 1 കോടി വെച്ചാണെങ്കിൽ 63 കോടി രൂപ വരും. എത്ര കോടി ചിലവായെന്നുള്ള കറക്റ്റ് കണക്ക് എൻ്റെ കയ്യിലില്ല. 2 കോടിയാണെങ്കിൽ 126 വരും. 1 കോടി കൂട്ടിക്കൂ. 63 കോടി രൂപ ഈ നാട്ടിലെ ജനങ്ങളുടെയാണ്, പൊതുജനങ്ങളുടെയാണ്, സാധാരണക്കാരൻ്റെയാണ്. ആ ചെലവിനെ കറണ്ട് ചാർജ് വർധനവിൽ എക്സ്പെൻഡിച്ചറായിട്ട് കയറിപ്പോയതായിരിക്കും. അപ്പോൾ ഈ വസ്തുക്കൾ, ഈ സ്വത്തുക്കൾ, ഈ അസറ്റുകൾ സ്വകാര്യ വ്യക്തികൾക്ക് 10 വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള അവകാശം കൊടുക്കുകയാണ്. ഇതെന്തിനാണ്? ഇതൊരു കച്ചവടത്തിന്റെ ഭാഗമല്ലേ? സംശയിക്കുന്നു. കാരണം മണിയാറിൽ 30 വർഷത്തേക്ക് കൊടുത്തിട്ട് 30 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചെടുക്കേണ്ടതിന് പകരം വീണ്ടും അവർക്ക് മറിച്ചു കൊടുക്കാൻ ശ്രമിച്ചവർ ഈ 10 വർഷം കഴിയുമ്പോൾ അവർ ഭരണത്തിലുണ്ടോ ഇല്ലെന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ. അതൊക്കെ പിന്നീട് അവർ വരുന്നത്. അടുത്ത വർഷം ആര് ഭരണത്തിൽ വരും? ഇവർ വരില്ലല്ലോ. അതൊക്കെ ചോദിക്കാം. എങ്കിലും ഒരു പൊതുസ്വത്ത് കൊടുക്കുന്നതിനകത്ത് പിന്നിലെ ദുരുദ്ദേശം എന്താണ്? ഇത് KSEB ഇത് തുടങ്ങിയപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാണ്. ഇത് KSEBയുടെ പണിയല്ല. മുടക്കുന്ന പണം വെള്ളത്തിലാവും. ഞങ്ങൾ തന്നെ വീഡിയോ ഇറക്കിയിട്ട് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. KSEBയെ നശിപ്പിക്കാനാണ് ഇതെന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. KSEBയുടെ ചെലവിൽ പൊരിയുടെ പുറത്ത് സോളാർ വെച്ച സോളാറല്ല എന്തായി? ഒരു മെയിൻ്റനൻസും ഇല്ലാതെ മുടക്കിയ പണം വെറുതെ ആയില്ലേ? അതിൻ്റെ കാര്യം ഞങ്ങൾ അടുത്ത ദിവസം കണക്കുകൾ എടുത്തുകൊണ്ട് ജനങ്ങളെ അറിയിക്കും. അപ്പോൾ ഇവിടെ ഇത് ഒരു ദൂരത്തിൻ്റെ ഭാഗമാണ്. KSEBക്ക് വൻ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ ചാർജിങ് സ്റ്റേഷൻ വെച്ചതും വർക്ക് ചെയ്യാത്ത പോർട്ട് വെച്ചതും കാലഹരണപ്പെട്ട പോർട്ട് വെച്ചതും അതുമൂലമുണ്ടായ നഷ്ടവും, ഇതിനൊക്കെ ഉള്ള നഷ്ടങ്ങൾ മുഴുവൻ ഇതിന് തീരുമാനമെടുത്തിട്ടുള്ള ഡയറക്ട് ബോർഡ് അംഗങ്ങളിൽ നിന്നും, അല്ലെ ചീഫ് എഞ്ചിനീയർമാരായിക്കോട്ടെ, ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ആരാണോ തീരുമാനമെടുത്തിട്ടുള്ള അവരിൽ നിന്നും ഈടാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.